4 ദിവസത്തെ സന്ദർശനത്തിനായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തി. കൊൽക്കത്തയിലെത്തിയ റൂബിയോ പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ് 1.5 വർഷം പിന്നിടുമ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നടത്തുന്ന ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. അതേസമയം 14 വർഷങ്ങൾക്ക് ശേഷമാണ് US സ്റ്റേറ്റ് സെക്രട്ടറി കൊൽക്കത്ത നഗരത്തിലെത്തുന്നത്. 2012 മെയ്യിൽ US സ്റ്റേറ്റ് സെക്രട്ടറിയായിരുന്ന ഹിലാരി ക്ലിന്റൺ കൊൽക്കത്ത സന്ദർശിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ ഊർജ്ജം, സുരക്ഷ, പ്രതിരോധ സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. ഇതിൽ തന്നെ ഊർജ്ജവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാകും മുൻതൂക്കം. LNG ക്രൂഡ് കയറ്റുമതികളിലൂടെ ഇന്ത്യയുടെ എണ്ണ വിപണിയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ US ശ്രമം നടത്തുന്നുണ്ട്. കൊൽക്കത്തയ്ക്കും ദില്ലിക്കും പുറമെ ആഗ്ര, ജയ്പൂർ എന്നീ നഗരങ്ങളും റൂബിയോ സന്ദർശിക്കും. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഇന്ത്യയിലെത്തിയിരിക്കുന്നത്. തന്ത്രപ്രധാനമായ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് മാർക്കോ റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം. കൊൽക്കത്തയിലെത്തിയ റൂബിയോ പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കളുമായിട്ടൊക്കെ കൂടിക്കാഴ്ചകൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ് 1.5 വർഷം പിന്നിടുമ്പോഴാണ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇത്തരത്തിൽ ഇന്ത്യ സന്ദർശനം നടത്തുന്നത്. ആദ്യമായിട്ടാണ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നടത്തുന്ന ഒരു ഇന്ത്യ സന്ദർശനം എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. എന്തായാലും 14 വർഷങ്ങൾക്ക് ശേഷമാണ് US സ്റ്റേറ്റ് സെക്രട്ടറി കൊൽക്കത്ത നഗരത്തിലെത്തുന്നത്. 2012 മെയ്യിൽ US സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഹിലാരി ക്ലിന്റൺ ആയിരുന്നു കൊൽക്കത്ത സന്ദർശിച്ചിരുന്നത്. അതിനുശേഷം റൂബിയോ ആണ് ഇപ്പോൾ എത്തുന്നത്. വരും ദിവസങ്ങളിലൊക്കെയും ഊർജ്ജം, സുരക്ഷ, പ്രതിരോധ സഹകരണം ഇങ്ങനെ തുടങ്ങിയ തന്ത്രപ്രധാനമായ എല്ലാ വിഷയങ്ങളും ഒക്കെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ചർച്ചയാകാനാണ് സാധ്യത. ഇതിൽ തന്നെ ഊർജ്ജവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാകും ഏറ്റവും കൂടുതൽ മുൻതൂക്കം നിലനിൽക്കുക. പ്രത്യേകിച്ച് ആഗോള വിപണിയിലൊക്കെ വലിയൊരു പ്രതിസന്ധി, ഊർജ്ജ മേഖലയിൽ വലിയൊരു പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഈ ഒരു വിഷയമായിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത. LNGയും ക്രൂഡ് ഓയിൽ കയറ്റുമതികളുടെ ഇന്ത്യയിലെ എണ്ണ വിപണിയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനൊക്കെ US ശ്രമം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ 3ാമത്തെ തവണയാണ് എണ്ണ വില വർധന ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു വിഷയങ്ങളൊക്കെ ഇതിൽ ചർച്ച ചെയ്യാനൊക്കെ ഒരു സാധ്യതയുണ്ട്. എന്തായാലും കൊൽക്കത്തയ്ക്ക് പുറമെ ദില്ലിയിലും ആഗ്ര, ജയ്പൂർ എന്നീ നഗരങ്ങളിലും ഒക്കെ റൂബിയോ സന്ദർശിക്കും.